ഹായ് എവറി വൺ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ വാച്ചിങ് ഡയലോഗ് 360 ബൈ ജിംജു. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ പൊതുമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം, ഒരു വിവാദം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ രമേശ് നാരായണനും അതുപോലെ തന്നെ നടൻ ആസിഫ് അലിയും തമ്മിലുള്ളൊരു വിവാദമാണ്. എങ്ങനെയാണ് ആ വിവാദം ഉണ്ടാകുന്നത്? ആ വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്യുന്ന MT എഴുതിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിൻ്റെ ട്രെയിലർ ലോഞ്ചിലാണ് ഈ വിവാദങ്ങളൊക്കെ അരങ്ങേറുന്നത്. ആ ട്രെയിലർ ലോഞ്ചിൽ ഈ സീരീസിൻ്റെ ക്രൂ എല്ലാവരെയും വേദിയിൽ വെച്ച് ആദരിക്കുന്നു, അവർക്ക് മൊമെൻറ്റോ കൊടുക്കുന്നു. എന്നാൽ എന്തോ കാരണം കൊണ്ട് അവിടുത്തെ സംഘാടകർക്കോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനൊക്കെ അതിൽ സംഗീത സംവിധാനം നിർവഹിച്ച രമേശ് നാരായണന് മൊമെൻറ്റോ കൊടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം ഒരു പെട്ടെന്നുണ്ടായ സംഘാടകരുടെ പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയായിരുന്നു രമേശ് നാരായണന് ആസിഫ് അലിയെ കൊണ്ട് മൊമെൻറ്റോ കൊടുപ്പിക്കുക എന്നുള്ളത്. ആ സമയത്താണ് ഈ സംഭവത്തിന് ആസ്പദമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, നടൻ ആസിഫ് അലി ആ മൊമെൻറ്റോ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി ഒരു അപമാനം നേരിട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാകും. ആസിഫ് അലി വളരെ സ്നേഹപൂർവ്വം, വളരെ ആദരപൂർവ്വം മൊമെൻറ്റോ രമേശ് നാരായണന് കൈമാറുന്നു. എന്നാൽ രമേശ് നാരായണൻ അദ്ദേഹത്തെ ഒന്ന് ഗൗനിക്കാതെ, സാധാരണ നമ്മളൊരു മൊമെൻറ്റോ കൈമാറുമ്പോൾ തിരിച്ച് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും. ഒന്നെങ്കിൽ കൈകൂപ്പി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യും, അല്ലെങ്കിൽ ഹസ്തദാനം നടത്തും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ, അദ്ദേഹത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ രമേശ് നാരായണൻ ഇതിൻ്റെ സംവിധായകനായ ജയരാജിനെ വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് അവിടെ നിർത്തി, മാധ്യമങ്ങളുടെ മുന്നിൽ നിർത്തി, തിരിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ മൊമെൻറ്റോ കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും ആ മൊമെൻറ്റോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടും ആസിഫ് അലിയുടെ ആ സമയത്തെ ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ആലോചിക്കാവുന്നതാണ്, ഊഹിക്കാവുന്നതാണ്. എന്തോ എൻ്റെ കയ്യിൽ നിന്നും ആ മൊമെൻറ്റോ വാങ്ങാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം അതിനേക്കാൾ വലിയ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തന്നെ തഴഞ്ഞ് വേറൊരാളുടെ കയ്യിൽ നിന്നും മൊമെൻറ്റോ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആസിഫ് അലി അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് മെല്ലെ മാറുകയാണ്. ഇതാണ് അവിടെ നടന്നിട്ടുള്ള വിവാദം, അല്ലെങ്കിൽ വിവാദത്തിന് ആസ്പദമായ സംഭവം ഇതാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലെ എല്ലാവർക്കും ഈ രീതിയിൽ തന്നെയാണ് ഈ സംഭവം മനസ്സിലായത്. അവരെല്ലാവരും ആസിഫ് അലിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു, ആസിഫ് അലിക്ക് വേണ്ടി പോസ്റ്റ് ഇടുന്നു. ഏറെക്കുറെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ രമേശ് നാരായണനെതിരെ ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് രമേശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ വസതിയിലൊരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. ഏറെക്കുറെ താൻ ചെയ്ത ആ കാര്യങ്ങളെ ഒരു ന്യായീകരിക്കുന്ന തരത്തിൽ കുറച്ച് കാരണങ്ങളൊക്കെ നിരത്തിയാണ് അദ്ദേഹം ആ പ്രസ് മീറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കേട്ട് നോക്കാവുന്നതാണ്. രാജിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി. അവിടുന്ന് തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ. ഇതാണ് സംഭവിച്ചത് അവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന രീതിയിൽ തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. അദ്ദേഹം തൻ്റെ പ്രസ് മീറ്റിൽ പറയുന്ന ഒരു കാര്യം, ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറയുന്ന ഒരു കാര്യം, താൻ ആ ഒരു സമയത്ത് ഇതിൻ്റെ സംവിധായകൻ ജയരാജ് കൂടി അവിടെ ഉണ്ടാവണം എന്നാഗ്രഹിച്ചു എന്നതാണ്.
അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മൊമെൻറ്റോ വാങ്ങാനും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവിടെ നമുക്കിത് ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്കറിയാം, അത് പെട്ടെന്നുണ്ടായൊരു സംഭവമാണ്. ആസിഫ് അലിയെ കൊണ്ട് ഈ മൊമെൻറ്റോ കൊടുപ്പിക്കാൻ തീരുമാനിക്കുന്നത്, അതിൻ്റെ സംഘാടകർ ഈ തീരുമാനം എടുക്കുന്നത് പെട്ടെന്നാണ്. അവിടെ ആസിഫ് അലി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആസിഫ് അലി ആ സംഘാടകരുടെ തീരുമാനം അതിനോട് സഹകരിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ആസിഫ് അലി അവിടെ നിന്ന് ഡിസപ്പിയർ ആയി എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ മനസ്സിലാവും, ആസിഫ് അലി ഏറെ പ്രതീക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ ഒരു തിരിച്ചുള്ള പുഞ്ചിരിയോ അല്ലെങ്കിൽ ഹസ്തദാനമോ അല്ലെങ്കിൽ ഒരു ആദരിക്കലൊക്കെ പ്രതീക്ഷിച്ചവിടെ നിന്ന് കുറച്ചു നേരം കാത്തു നിന്ന്, എന്നാൽ ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ആസിഫ് അലി ഒരു പുഞ്ചിരിയോടെ ആ രംഗം വിടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ വാദത്തിൽ ചില പൊള്ളത്തരങ്ങളുണ്ട്. സംഘാടകരുടെ തീരുമാനപ്രകാരം MTO അല്ലെങ്കിൽ ആ വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന മമ്മൂട്ടിയോ പ്രസിദ്ധരായ മറ്റാരെങ്കിലുമാണ് ഈ ഉപഹാരം നൽകുന്നതെങ്കിൽ അദ്ദേഹം അത് നിരസിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവരോട് അദ്ദേഹം ഇങ്ങനെ പെരുമാറുമായിരുന്നോ? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ആസിഫ് അലിയെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി അവിടെ അപമാനം നേരിട്ടിട്ടുണ്ട്. നമുക്കറിയാം, രമേശ് നാരായണൻ അറിയപ്പെടുന്നൊരു സംഗീതജ്ഞനാണ്, സംഗീത സംവിധായകനാണ്, അവാർഡ് നേടിയ ആളാണ്. കേരളത്തിലെ എണ്ണപ്പെട്ട അധികം ഹിന്ദുസ്ഥാനി സംഗീതജ്ഞർ കേരളത്തിൽ കുറവാണ്. അതിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ശ്രീ രമേശ് നാരായണൻ. ഈയിടെ മറ്റൊരു സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസിലെ ബേണി സഞ്ചാരം ചാനലിൽ നമ്മുടെ ചരിത്രമെന്നിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതം പഠിച്ചത് ഒക്കെ പങ്കുവച്ചത് ഈ അടുത്ത ഒരു എപ്പിസോഡുകളിലാണ് നടന്നത്. ചിലരെങ്കിലും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് രമേശ് നാരായണൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം കേരള ജനത ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങേയറ്റം തെറ്റായ ഒരു കാര്യമാണ് എന്നതിൽ സംശയമില്ല. എന്നാൽ ഇതിൻ്റെ ഒരു പോസിറ്റീവായ ഒരു വശം, അദ്ദേഹം ഈ ഒരു തെറ്റ് ഏറെക്കുറെ മനസ്സിലാക്കി എന്നുള്ളതാണ് അവസാന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആസിഫ് അലിയെ വിളിക്കും, മാപ്പ് പറയും, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്, എന്തിനാണ് മടി, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ തെറ്റ് വന്നിട്ടുണ്ട്, അതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന അദ്ദേഹത്തിന് ഒരു മാനസാന്തരം വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യമാണ്. രണ്ടാമതൊരു പോസിറ്റീവായ കാര്യം ആസിഫ് അലിയുടെ പ്രതികരണമാണ്. ആസിഫ് അലിയുടെ കൂടുതൽ പ്രതികരണം വന്നിട്ടില്ല എങ്കിൽ പോലും ആ ഒരു സമയത്ത് ആസിഫ് അലി വളരെ പക്വതയോടെ സാഹചര്യത്തെ നേരിട്ടു. അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. മറിച്ച് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ, ഒരു ചിരിയോടെ മറ്റൊരു സൈഡിലേക്ക് ഒതുങ്ങുകയാണ് ചെയ്തത്. ഏത് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആളാണെങ്കിലും അവരുടെയൊക്കെ ഒരു നിമിഷത്തെ വികാരപ്രകടനം കേരളത്തിലെ പക്വതയുള്ള ജനങ്ങൾ വളരെ ഗൗരവമായി എടുക്കും എന്നതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ ക്യാമ്പയിൻ. ആ ക്യാമ്പയിനിൽ നടക്കം നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഏതായാലും അധികം ഈ ഹെയ്റ്റ് ക്യാമ്പയിൻ മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതുന്നില്ല. മിക്കവാറും ആസിഫ് അലിയുടെ ഒരു പ്രതികരണത്തോടെ ഈ വിവാദം കെട്ടടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.